ഹലോ, നാട്ടിൽ വന്നിട്ട് തിരികെ പോവാറായി. ഇപ്പോഴാണ് നാട്ടിലേക്ക് എത്തിയ ഫ്ലൈറ്റ് ജേണിയുടെ വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടിയത്. മടി അല്ലാണ്ടൊന്നുമില്ല. ഉച്ചയ്ക്കായിരുന്നു ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ്. ഓൺലൈൻ ചെക്കിനൊക്കെ ചെയ്തതുകൊണ്ട് അധികം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. പക്ഷേ ആ സമയം ലാഭം അത്രയും കുഞ്ഞു ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ തീർത്തു. ഇത് കടന്നൊന്ന് പുറത്തിറങ്ങാൻ വലിയ പാടായിരുന്നു അവനെയും കൊണ്ട്. ഒരുവിധം ഉന്തി തള്ളി അവനെയും കൊണ്ട് ഗേറ്റ് വരെ എത്തിച്ചു. കുഞ്ഞുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് അവൻ ഈ കഴിക്കുന്നത്. അവസാനം കാത്തിരുന്ന് പോകാനുള്ള ബസ്സെത്തി. എന്ത് പാവമായിട്ടിരിക്കുന്നത് നോക്കിയേ. സീറ്റിൽ കയറിയിരുന്ന പാടെ കുഞ്ഞു ബെൽറ്റ് ഇട്ടു. ഗുഡ് ബോയ് എന്ന് പറഞ്ഞില്ല, അതിനു മുമ്പ് അവൻ ബെൽറ്റിൽ കളി തുടങ്ങി. ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കുമോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് പറഞ്ഞ് കുറേ നേരം വൈകി. പല രീതിയിലും അവനെ ബിസിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്തു. ലാസ്റ്റ് ടൈം കുഞ്ഞുവിനെ കൊണ്ട് വന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അടങ്ങിയിരുന്നിട്ടേ ഇല്ലായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ അടങ്ങിയിരിക്കുകയല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന് പകരം അവൻ ഭയങ്കര വർത്താനമായിരുന്നു. അവനെ അടക്കിയിരുത്താനല്ല, ഒന്ന് മിണ്ടാണ്ടിരുത്താനാണ് ഞാൻ പെടാപ്പെട്ട് പെട്ടത്. കാത്തിരുന്ന അവസാനം അവന് ഉറക്കം വന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാൻ ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണെന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നു തുടങ്ങി. പ്ലെയിന് മൂവ് ആയി തുടങ്ങി. ട്രെയിനിനൊക്കെ ക്രോസിംഗ് ഉള്ളതുപോലെ പ്ലെയിനിനും ഉണ്ടോ? കുറച്ച് മൂവ് ആയതിനു ശേഷം പിന്നെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡ് എത്തി. അപ്പോഴത്തേക്ക് കുഞ്ഞുവിനെ എണീപ്പിച്ചു. ഡോണറ്റും ഫ്രൂട്ട് സാലഡും ആയിരുന്നു ഞങ്ങളുടെ ഫുഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനും കിട്ടിയ ഒരു ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്ന ഒരു മിട്ടിക്കുട്ടി. എങ്ങനെ കയറി ഞാനാണ്. എൻ്റെ കോലം കണ്ടില്ലേ? കുഞ്ഞുവിൻ്റെ വകയാണ് ഇതൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങാൻ നോക്കി. ഇടയ്ക്ക് തലപൊക്കി നോക്കുമ്പോഴൊക്കെ കുഞ്ഞു എന്തെങ്കിലും ഫുഡായിട്ടുമായിട്ട് നിൽക്കുന്ന കാണാമായിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്നാണ്. ഇടയ്ക്ക് എന്തിനോ വഴക്ക് പറഞ്ഞതിനും പിണങ്ങിയിരിക്കുകയാണ് കുഞ്ഞു. ഫ്ലൈറ്റിലിരുന്ന് ഞങ്ങൾക്കും ബോറടിച്ച് തുടങ്ങി. അങ്ങനെ രാത്രിയായി. പറഞ്ഞതിൽ ഏതാണ്ട് 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. അതെയും കഴിഞ്ഞ് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഞങ്ങൾ ഫ്രഷായി. ഇപ്പോഴാണ് അവന് ശരിക്കും ജീവൻ കിട്ടിയത്. പിന്നെ ലഗേജ് എടുക്കാനായിരുന്നു ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയത്. അതിനടുത്തായിട്ട് സ്കൂട്ടറൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. കുഞ്ഞു അങ്ങോട്ടേക്ക് ഓടി. അവനെ നോക്കണം, ട്രോളി നോക്കണം, വരുന്ന ലഗേജ് നോക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടി ഞാൻ. അങ്ങനെ ഒരുവിധം പുറത്തിറങ്ങി അപ്പച്ചനെ അമ്മച്ചയും കണ്ടു. നോക്കിക്കാൻ എന്ത് പാവത്താനായിട്ടിരിക്കുന്നെന്ന്. പുറത്തിറങ്ങിയപ്പം വല്ലാത്തൊരു കുളിർമയായിരുന്നു. തണുത്ത കാറ്റും പച്ചപ്പും ഹരിതാപവും വരവേൽക്കാൻ എന്നോളം കാത്തിരുന്ന മഴയും പെയ്തു. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി.